നമസ്കാരം. കേരളത്തിൽ പുതിയ UDF സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ 21-അംഗ മന്ത്രിസഭയാണ് സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുവാൻ പോകുന്നത്. നിയമസഭയിലെ ശക്തമായ ചോദ്യങ്ങളെ നേരിട്ടും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകേണ്ടവരുമാണ് ഈ മന്ത്രിമാർ. എന്നാൽ ഈ ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഓരോ മാസവും സർക്കാരിൽ നിന്ന്, അതായത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളവും VIP ആനുകൂല്യങ്ങളും എത്രയെന്ന് അറിയാമോ? പലരെയും ഞെട്ടിക്കുന്നതാണ് ഈ കണക്കുകൾ. ആദ്യം നമുക്ക് സാധാരണ മന്ത്രിമാരുടെ ശമ്പള കണക്കിലേക്ക് വരാം. കേൾക്കുമ്പോൾ അത്ഭുതമൊക്കെ തോന്നാം. കേരളത്തിലെ ഒരു മന്ത്രിയുടെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് വെറും 2000 രൂപ മാത്രമാണ്. എന്നാൽ ഈ 2000 രൂപയല്ല അവർക്ക് കയ്യിൽ കിട്ടുന്നത്. ഇതിനൊപ്പം വലിയ തുകകൾ അലവൻസുകളായി വരുന്നുണ്ട്. ക്ഷാമബത്ത. ഈ നിലവിലെ കണക്കുകൾ പ്രകാരം ഒരു മന്ത്രിക്ക് മാസം തോറും 38,429 രൂപ DA ലഭിക്കും. ഇനി മണ്ഡലം അലവൻസ്. സ്വന്തം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കായി 40,000 രൂപ പ്രതിമാസം അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രാ അലവൻസ്. ഔദ്യോഗിക യാത്രകൾക്കായി മാസം 17,000 രൂപ വേറെ ലഭിക്കും. അതായത് ഈ അലവൻസുകളെല്ലാം കൂട്ടി ഒരു മന്ത്രിക്ക് ഒരു മാസത്തെ ആകെ ശമ്പളം എന്ന് പറയുന്നത് 97,429 രൂപയാണ്. 1,00,000-അടുത്ത് വരും ഈ തുക. ഇനി മന്ത്രിമാർക്ക് ലഭിക്കുന്ന ലക്ഷങ്ങളുടെ ലോണുകളും ആനുകൂല്യങ്ങളുമുണ്ട്. ഈ ശമ്പളം കൂടാതെ ഒരു മന്ത്രി ആയിരിക്കുമ്പോൾ അവർക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാവുന്ന മറ്റു ചില വലിയ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൂടിയാണ് സർക്കാർ നൽകുന്നത്. വെഹിക്കിൾ അഡ്വാൻസ്. മന്ത്രിമാർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയായി അല്ലെങ്കിൽ അഡ്വാൻസായി സർക്കാർ നൽകും. ഇനി ഹൗസ് അഡ്വാൻസ്. സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനോ ഭവന നവീകരണത്തിനുമായി 20 ലക്ഷം രൂപ വരെ മുൻകൂറായി കൈപ്പറ്റാം. സൗജന്യ താമസവും വാഹനവും. തിരുവനന്തപുരത്ത് താമസിക്കാൻ പൂർണ്ണമായി സജ്ജീകരിച്ച വസതിയും ഔദ്യോഗിക കാറും സുരക്ഷയ്ക്കായി പൈലറ്റ് വാഹനവും സർക്കാർ വകയിൽ ലഭിക്കും. സൗജന്യ ചികിത്സ. മന്ത്രിമാർക്ക് മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായ മെഡിക്കൽ ഇൻഷുറൻസും സൗജന്യ ചികിത്സയിൽ ലഭ്യമാണ്. ഇനി നമുക്ക് സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രി VD സതീശന്റെ കാര്യത്തിലേക്ക് വരാം. മന്ത്രിമാരെക്കാൾ ഉയർന്ന ഉത്തരവാദിത്തമുള്ള പദവി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും വളരെ കൂടുതലാണ്. പ്രതിമാസ ശമ്പളം, അടിസ്ഥാന ശമ്പളവും വിവിധ അലവൻസുകളും ചേർത്ത് പ്രതിമാസം കിട്ടുന്നത് 1,85,000 രൂപയാണ്. ഔദ്യോഗിക വസതി, അതായത് തിരുവനന്തപുരത്തെ അതിപ്രശസ്തമായ ക്ലിഫ് ഹൗസ് ബംഗ്ലാവാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. 24 മണിക്കൂറും കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലായിരിക്കും ഈ വസതി മുഖ്യമന്ത്രി. കൂടാതെ യാത്രാ സൗകര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുൻനിർത്തി എപ്പോഴും പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങൾ അകമ്പടി ഉണ്ടാകും. കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള ട്രെയിൻ, വിമാന യാത്രകൾക്ക് പ്രത്യേക VIP അലവൻസുകളും വിമാനത്താവളങ്ങളിൽ പ്രത്യേക പ്രോട്ടോകോളും മുഖ്യമന്ത്രിക്ക് ലഭിക്കും. ആജീവനാന്ത പെൻഷനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി മുഖ്യമന്ത്രി കസേരയിൽ ഒഴിഞ്ഞാലും VD സതീശന് ആജീവനാന്തം പ്രത്യേക മുഖ്യമന്ത്രി പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഭരണാധികാരികൾക്ക് നൽകുന്ന ഈ ശമ്പളവും ആനുകൂല്യങ്ങളും പലപ്പോഴും വലിയ ജനകീയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. ജനങ്ങളുടെ നികുതി പണം കൃത്യമായി വിനിയോഗിച്ച് ഈ ശമ്പളത്തോടും ആനുകൂല്യങ്ങളോടും നീതി പുലർത്താൻ പുതിയ മന്ത്രിസഭയ്ക്ക് സാധിക്കുമോ എന്ന് വരും ദിനങ്ങളിൽ തന്നെ കണ്ടറിയാം.